Wtsapp guys, Revokerz Media നാസിമാണ്. നമ്മളെല്ലാവരും ആധാർ കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ കയ്യിലെല്ലാം ഉള്ളത് പേപ്പർ ലാമിനേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡ് ആയി. ഈ ഒരു പേപ്പർ ലാമിനേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡ് കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ലാമിനേഷൻ പോകാനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേപ്പർ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് നമുക്ക് PVC ആധാർ കാർഡുകൾ ഉപകാരപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ വഴി വീട്ടിലിരുന്ന് വെറും 50 രൂപ മുടക്കിക്കൊണ്ട് PVC ആധാർ കാർഡ് നമ്മുടെ വീട്ടിൽ എത്തിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വേപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആധാറുമായിട്ട് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആധാർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞത്. ആധാർ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. PVC ആധാർ കാർഡ് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്ന് മൊബൈൽ വഴി ഓർഡർ ചെയ്യുന്നത് നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ സ്ക്രീനിലൂടെ നോക്കാം. PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ആദ്യം ഓപ്പൺ ചെയ്യുക. ന്യൂ ടാബ് കൊടുത്തതിന് ശേഷം സെർച്ച് ബാറിൽ മൈ ആധാർ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് റിസൾട്ടിൽ ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ് അവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന ആ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തെറ്റിപ്പോയാൽ തൊട്ടടുത്ത് കാണുന്ന റിഫ്രഷ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വീണ്ടും ക്യാപ്ച വരുന്നതാണ്. സെൻഡ് OTP എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ടായിരിക്കും. ആ ഒരു OTP അവിടെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ശേഷം നിങ്ങൾ അവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരുവാൻ വേണ്ടി. സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റുന്നതാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് അപ്ഡേഷൻ 14/12/2023 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് ആധാർ അപ്ഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നമ്മുടെ മൊബൈൽ വഴി ആധാർ പുതുക്കുന്നതെന്ന്. കാണാത്ത ആളുകൾക്ക് ഞാൻ ഐ ബട്ടൺ കൊടുത്തേക്കാം. ഇവിടെ PVC ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും പേരും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക. ശേഷം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ ഐ ഹിയർ ബൈ എന്നുള്ള ആ ഒരു ടിക്ക് ഇട്ടതിന് ശേഷം താഴെ റൈറ്റ് സൈഡിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള 50 രൂപ അടയ്ക്കാനുള്ള പല വഴികൾ കാണിക്കും. ക്രെഡിറ്റ് കാർഡ്, വാളറ്റ്, നെറ്റ് ബാങ്ക്, UPI പല രീതിയിൽ കാണിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ഫോൺ പേയും അതേപോലെ തന്നെ ഗൂഗിൾ പേ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഫോൺ പേ വഴിയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ പേ ക്ലിക്ക് ചെയ്തു, പ്രൊസീഡ് കൊടുത്തു. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് പ്രോസസ്സിങ് ടൈം ഉണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് പേയ്മെൻറ്റ് വിത്ത് യൂസിങ് ഫോൺ പേ എന്ന് കാണിക്കും. 50 രൂപ മുകളിലുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നിങ്ങളുടെ ഫോൺ പേയിലേക്കാണ്. ഫോൺ പേയിൽ നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ ലോക്ക് നിങ്ങൾ കൊടുത്തതിന് ശേഷം ഏത് ബാങ്ക് അക്കൗണ്ടാണോ ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് ഇപ്പോൾ ഫോൺ പേയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ദെൻ വീണ്ടും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെസ്സേജ് വരും. അതിനുശേഷം ഇത് ഡീറൈറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ആധാറിൻ്റെ സൈറ്റിലേക്ക് തന്നെ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് PVC ഓർഡർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിനുവേണ്ടി ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഒരു റെസിപ്റ്റ്, ഇതായിരിക്കും ആ ഒരു റെസിപ്റ്റ്. ഈ ഒരു റെസിപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അത് വെച്ച് നിങ്ങൾക്ക് PVC ഓർഡർ ചെയ്തത് എവിടം വരെ ആയി എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനും സാധിക്കും. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് PVC നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ എന്നോട് വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.